ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഈ തടിയനുണ്ടല്ലോ, തടിയനും വൻപയറും കൊണ്ടൊരു നല്ലൊരു ഒഴിച്ചുകറി, അതായത് നമ്മുടെ എരിശ്ശേരി പോലെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇനി തടിയനെ അരിഞ്ഞ് 4 പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, കുക്കറിലോട്ട് ഇടുവാണ്. അതുപോലെ തന്നെ വൻപയർ, വലിയ പയറാണ് എടുത്തേക്കുന്നത്. ലേശം മഞ്ഞൾപ്പൊടി, അശായ ഉപ്പ്, നമ്മൾ മത്തങ്ങ എരിശ്ശേരിയൊക്കെ വെക്കത്തില്ല, മത്തങ്ങ ഓമയ്ക്കൊക്കെ വെക്കത്തില്ല, അതുപോലെ തന്നെ ആവശ്യം ഉപ്പ് നമുക്കിനി വേവിച്ച്. നമ്മുടെ എരിശ്ശേരിയുടെ എല്ലാം റെഡിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടെ തേങ്ങയെ, ചുവന്നുള്ളി, ജീരകം, വെളുത്തുള്ളി, ഞാൻ എരിശ്ശേരിക്ക് വെളുത്തുള്ളി അരയ്ക്കും, ചുവന്നുള്ളി അരയ്ക്കും, വെളുത്തുള്ളി അരയ്ക്കും. നമുക്കൊന്ന് കലക്കാം. നമുക്ക് കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. എണ്ണ ചൂടായിട്ടുണ്ട്, കടുക് ഇടുകയാണ്. കടുക് പൊട്ടുന്ന കറിവേപ്പിലയും വറ്റൽമുളകും കേട്ടോ. അതിലൂടെ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, ലേശം അരി, പിന്നെ നമ്മുടെ തേങ്ങ, നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇതിനകത്ത് ഇവിടെ ലേശം നെയ്യ് കൊണ്ട് ഒഴിച്ചാലുണ്ടല്ലോ സൂപ്പറാണ്. അപ്പം നെയ്യൊന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ തടിയനും വൻപയറുമായിട്ടുള്ള എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒത്തിരി തിക്കായിട്ടെടുക്കത്തില്ല, ഇങ്ങനെ എടുക്കും. ഇനി ഇച്ചിരി കൂടെ തണുത്ത് കഴിയുമ്പോൾ അത് ഒന്നുകൂടെ തിക്കാവുമല്ലോ.